ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ ഒരു റിവ്യൂ വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഇന്നത്തെ റിവ്യൂ നിങ്ങൾ ടൈറ്റിൽ തമ്മിൽ കണ്ട പോലെ തന്നെ സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മളെയൊക്കെ ചിലപ്പോ ഫസ്റ്റ് സൂപ്പർ ഹീറോ സ്പൈഡർമാൻ ആയിരിക്കും. എന്റെ ഫസ്റ്റ് സൂപ്പർ ഹീറോ സ്പൈഡർമാൻ ആയിരുന്നു. പിന്നീടാണ് ഞാൻ വലിയൊരു കടുത്ത അയൺമാൻ ആരാധകനായത്. നമ്മൾ കണ്ടിട്ടുള്ള ആദ്യത്തെ ഒരു മാർവൽ പടവും സ്പൈഡർമാൻ ആവാനാണ് സാധ്യത. ബ്രാൻഡ് ന്യൂ ഡേ നമ്മൾ ഇത്രയും നാള് ഹൈപ്പ് ചെയ്തിരുന്നത് ഒന്നും വേസ്റ്റ് ആയിട്ടില്ല. കിട്ടില്ല പടം, ആബ്സല്യൂട്ട് സ്പൈഡർമാൻ മൂവി എവർ. എന്തോന്ന് പടമാണ്, അയ്യോ. ട്രെയിലറിലൊക്കെ കണ്ട് ഹൈപ്പ് ചെയ്തത് വെറുതെ ആയില്ല. പിന്നെ ട്രെയിലറില് വെറും സാമ്പിൾ ആണ് സംഭവം കാണിച്ചിട്ടുള്ളത്. സിനിമ കാണുമ്പോൾ മനസ്സിലാവും. ദയവ് ചെയ്ത് ഈ സിനിമ OTT ഇറങ്ങാനോ അല്ലെങ്കിൽ പ്രിന്റ് ഇറങ്ങിയിട്ട് കാണാമെന്നോ പറഞ്ഞിരിക്കരുത്. തിയേറ്ററിൽ പോയി തന്നെ ഈ പടം എക്സ്പീരിയൻസ് ചെയ്യണം. അമ്മാതിരി സാധനമാണ്. 3D തന്നെ കാണാൻ നോക്കുക. ഞാൻ 3D ആണ് കണ്ടത്. എന്തോന്ന് പടപടി, അയ്യോ. അതിൻ്റെ അകത്ത് ഇല്ലാത്ത മിക്ക മെയിൻ സംഭവങ്ങളും ഇതിനകത്തുണ്ട്. ഓഫ് കോഴ്സ് സ്പൈഡർമാൻ, MJ, നെറ്റ്, പണിഷർ. പണിഷർ അതൊക്കെ പറയാം. പണിഷർ, പിന്നെ ഹാൻഡ് ഓർഗനൈസേഷൻ ഉണ്ട്, സ്കോർപിയോ, പിന്നെ നമ്മുടെ ബ്രൂസ് ബാനർ, ഹൽക്കണ്ണൻ ഉണ്ട്, ഹൽക്ക്. പിന്നെ വേറെ ആരൊക്കെയായിട്ട് പിന്നെ വേറെ റൂമേഴ്സിലുള്ള ഒരാളുണ്ടായിരുന്നു. പക്ഷേ റൂമറില് ഭയങ്കരമായിട്ട് ഹൈപ്പ് ചെയ്യുന്ന റൂമറിലെ ഒരു ക്യാരക്ടർ സംഭവം പടത്തിലില്ല. അത് വെറും റൂമേഴ്സ് മാത്രമാണ്. ആരെന്ന് കത്തിക്കാണുമില്ല, ഞാൻ പറയില്ല. സോ ഇതിന്റെ അകത്ത് ഒരു മറ്റേ പണിഷറിന്റെയും സ്പൈഡർമാന്റെയും ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ. നൈസ് സംഭവം കേട്ടോ, കിടിലതാണ്. പക്ഷേ കുറെ സാധനങ്ങൾ ഇവര് സെൻസർ ചെയ്തിട്ടുണ്ട്. കുറെ അല്ല, കുറച്ച് സംഭവങ്ങൾ. ഒന്ന് പർട്ടിക്കുലർലി ഒരു കിസ്സിങ് സീനൊക്കെ എടുത്ത് സെൻസർ ചെയ്തായിരുന്നു. പിന്നെ ചില അസഭ്യ വാക്കുകൾ സെൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്ത്, അതൊന്നും ഇല്ല ഇതിൻ്റെ അകത്ത്. അതൊക്കെ എടുത്ത് സെൻസർ ചെയ്ത് കളഞ്ഞതാണ്. പിന്നീട് സിനിമ തുടങ്ങുന്നത് ഭയങ്കര ഒരു പീസ്ഫുൾ ഒരു അറ്റ്മോസ്ഫിയറിലാണ് പടം തുടങ്ങുന്നത് കേട്ടോ. ഭയങ്കര രസമുണ്ട് സംഭവം. അത് ഈ പറഞ്ഞ കണക്ക് പറ്റി കുറെ സംഭവങ്ങളാണല്ലേ. അമേസിംഗ് സ്പൈഡർമാനിലൊക്കെ CGIയുടെ ബഡ്ജറ്റ് മറന്നെടുത്ത പടം, അതേ കണക്കുള്ള ഒരു പടം തന്നെയാണ് ഇത്. അതന്നെ, ഇവര് CGIയുടെ ബഡ്ജറ്റ് ഒക്കെ മറന്നെടുത്ത പടമാണെന്ന് തോന്നുന്നു. കുറെ സമയങ്ങളൊക്കെ കിട്ടില്ല, ഒരു ലക്ഷ്യമില്ല. ഫൈറ്റ് സീക്വൻസസ് ആണെങ്കിലും മറ്റേ ഗ്രൗണ്ട് ആക്ഷൻ അങ്ങനെ എന്തോ പറയണം, അതാണ് കൂടുതലും. പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറെ നമുക്ക് ഇമോഷണൽ, നമുക്ക് വല്ലാത്തൊരു ചില ഹാർട്ട് ബ്രേക്കിംഗ് സീൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നല്ലൊരു സന്തോഷം തരുന്ന സീനുകൾ അതിൻ്റെ അകത്തുണ്ട്. ഇതിന് മെയിൻലി സ്പൈഡർമാൻ ഇല്ല, സ്പൈഡർമാൻ ഒരു സൈഡിൽ, പക്ഷേ മെയിൻലി ഇതൊരു പീറ്റർ പാർക്കറിന്റെ സ്റ്റോറിയാണ്. പീറ്റർ പാർക്കർ ആ ഒരു ഇതും വല്ലാത്തൊരു രീതിയിൽ നല്ല രീതിയിൽ പ്രസന്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ഈ ട്രെയിലറിൽ കണ്ട പോലെ തന്നെ മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട്, മറ്റേ ഓർഗാനിക് ലിപ്പൊക്കെ വരുന്നത്. അയ്യോ, അതൊക്കെ ഒരു ആബ്സല്യൂട്ട് സീനായിരുന്നു. പിന്നെ ഒരു ജയിൽ ഫൈറ്റ് സീക്വൻസ്, എന്റെ മോനെ. പിന്നെ ഹൽക്കിന്റെ കൂടെയുള്ള ഫൈറ്റ്, അതിലും ചെറിയൊരു ട്വിസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കണ്ടാൽ മതി. ഞാൻ നോ സ്പോയിലേഴ്സ്. നമ്മൾ സ്പോയിലർ ഒന്നുമില്ല. നമ്മള് തോന്നിയ കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. നോ സ്പോയിലേഴ്സ്, പേടിക്കണ്ട. സ്പോയിലർ ഒന്നും ഇതിൽ പറയുന്നില്ല. അയ്യോ, എനിക്ക് എന്റെ എയിമിനൊക്കെ ശേഷം ഞാൻ എപ്പോഴും പറയണതാണ്, ഡെഡ്പൂൾ ആൻഡ് വോൾവറിനായിരുന്നു ഒരു കംബാക്ക് പടം. അതിനുശേഷം ഇറങ്ങിയതൊന്നും സീരീസിൽ ലോക്കി സംഭവം, അത് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സിനിമ അതിന് ഡെഡ്പൂൾ ആൻഡ് വോൾവറിനായിരുന്നു ഒരു പീക്ക് പടം ഇറങ്ങിയ. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇറങ്ങണ ഒരു പീക്ക് പടം ഇത് തന്നെ. എന്ത് പറയാൻ. പിന്നെ എൻക്രഡ് സീനുണ്ട്, അതൊക്കെ ആരും മിസ് ചെയ്യരുത്, കണ്ടിട്ട് പോകണം. ഭയങ്കര സംഭവം ഒന്നും ഞാൻ പറഞ്ഞില്ല, എന്നാലും ഡു വാച്ച്. പെട്ടെന്ന് തീർന്നും പറഞ്ഞ് ഇറങ്ങിയൊന്നും പോയത്. ഇതിനകത്ത് വില്ലൻ
ആക്ച്വലി ഞാൻ ടെസ്റ്റ് പറയില്ല. ഏഹ് അപ്പൊ ഇതിന്റെ അകത്ത് സെയ്ഡി സിംഗ് ഉണ്ട്. സെയ്ഡി സിംഗിന്റെ അത് ഒഫീഷ്യൽ മറ്റേ സോണിന്റെ സെയ്ഡി സിംഗിന്റെ ഇതിലുണ്ട്. അത് ക്യാരക്ടർ എന്തോന്നും പറയണ്ട, മിക്കവർക്കും അറിയായിരിക്കും. ഞാൻ പറഞ്ഞിനി അതൊരു സ്പോയിൽ ആക്കാനില്ല. സെയ്ഡി സിംഗ് ഉണ്ട്. സെയ്ഡി സിംഗിന്റെ ക്യാരക്ടർ കൊള്ളാം. ഏഹ് സംഭവം വേറെ യൂണിവേഴ്സാണ്. പിന്നെ കുറെ റെഫറൻസ്, മൈന്യൂട്ട് ആയിട്ടുള്ള കുറച്ച് റെഫറൻസ് കാര്യങ്ങളൊക്കെ അവരുടെ ആയിട്ട് പറഞ്ഞ് പാസ് ചെയ്തൊക്കെ പോകുന്നുണ്ട്. ഏഹ് പിന്നീട് പറയല്ലേ, ഈ പണിഷറൊക്കെ ഒരു വൈബ് ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ഈ സിനിമയിലും സ്പൈഡർമാൻ ഇവർ രണ്ടുപേരുള്ള ആ ഒരു കെമിസ്ട്രി ഉണ്ടല്ലോ, അത് ഒരു വേറെ ലെവൽ സംഭവം തന്നെയായിരുന്നു. ചിരിക്കാറുണ്ട്, നല്ല അത്യാവശ്യം കോമഡി കാര്യങ്ങൾ ചിരിക്കാനൊക്കെ ഉള്ളുണ്ട്. അത് കത്തണവർക്ക് മനസ്സിലാവും. ചിരിക്കാനുണ്ട്. അതുപോലെ തന്നെ ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള സീനുണ്ട്. അതെനിക്ക് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ആയല്ലോ, ഹാപ്പി ആയിട്ട് നമുക്ക് തോന്നുന്ന സീനുകളൊക്കെ ഉണ്ട്. എന്തായാലും മൊത്തത്തിൽ ഒരു മിക്സ്ഡ് ഇമോഷൻ ഉള്ള ഒരു പടമാണ്. ആക്ഷൻ, ഹാപ്പി മൂമെന്റ്സ്, ഹാർട്ട് ബ്രേക്കിംഗ് സീൻസ്, അങ്ങനെ എല്ലാം കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടുള്ളൊരു നല്ലൊരു മാർവൽ മൂവി ആഫ്റ്റർ എ ലോങ് ടൈം. വർത്ത് വാച്ച്. തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കണം, മിസ് ചെയ്യുന്നു. എന്നാലേ ആ ഒരു ഫീല് കിട്ടുള്ളൂ. അയ്യോ, അതിൽ ഹൽക്കൊക്കെ വന്നപ്പോ ഉള്ള എനിക്ക് വിളിച്ചിട്ട് തൊണ്ടയൊക്കെ പോയി. അമ്മാതിരി സാധനങ്ങളൊക്കെ ആയിരുന്നു. ടോം ഹോളണ്ട്, സെൻഡയ ഇവരുടെ ആ ഒരു കോമ്പിനേഷൻ, ആ കെമിസ്ട്രി അറിയാലോ, അത് കൊള്ളാം. നല്ല രസമുണ്ട് രണ്ടുപേരും. അയ്യോ, എന്തായാലും ഓവറോൾ ഇറ്റ്സ് ആൻ ആബ്സല്യൂട്ട് മാർവൽ മൂവി, ആബ്സല്യൂട്ട് സ്പൈഡർമാൻ മൂവി. സോ ഇതാണ് സിനിമയെ പറ്റിയിട്ടുള്ള എന്റെ ഒരു അഭിപ്രായം. സിനിമ കണ്ടിട്ട് എന്റെ റിവ്യൂ കാണുന്നവരാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു പുതിയ കാണാം. സൈനിങ് ഔട്ട്.